ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എഗ് പഫ്സ് ആണ് തയ്യാറാക്കുന്നത്. ഈ ഒരു എഗ് പഫ്സ് ഓവണിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, അതുപോലെ ഓവൺ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ മുട്ട ചേർക്കുമ്പോൾ ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിയും ഇത്തിരിയും കൂടി ഒന്ന് ലൂസായിട്ട് ആയിരിക്കണം കേട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്. മൈദ മാവ് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊരു 2-3 പാർട്ടായിട്ട് തിരിച്ചെടുക്കണം. അത് നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഇപ്പം തന്നെ പരത്തിയെടുത്തതിന് ശേഷമാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ചപ്പാത്തി പരത്തണ പോലെയല്ല, അതിനെക്കാട്ടി നന്നായിട്ട് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി തന്നെ ഒന്ന് വിതറി കൊടുക്കണം. അത് നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതാദ്യം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത്തിരി മൈദപ്പൊടി കൂടി വിതറി കൊടുത്തിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 തവണ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ മേലെയും നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ഒലിക്കണം എന്നില്ല, പക്ഷെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി മൈദപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഒന്നും കൂടി കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മടക്കിയെടുക്കുക. ഇനി ഞാനിത് പരത്തുന്നില്ല, മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. മടക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റാവും ചെയ്യും. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പഫ്സിൻ്റെ ഷീറ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കാരണം നമുക്ക് ഈ പഫ്സിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതല്ലേ. അപ്പോൾ സവാള വലിയ സൈസിൽ കട്ട് ചെയ്താൽ ഇതിനകത്ത് വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലാദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുകയോ വേണ്ടു, അത്രയ്ക്ക് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പീസ് തക്കാളി ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാവ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനി ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ, ഒരുപാട് അങ്ങ് അമർത്തി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇത് ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണോളം മസാലയൊക്കെ മതിയാവും കേട്ടോ. 1-2 ടീസ്പൂണൊക്കെ മസാല മതിയാവും. അത് ഷീറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ മുട്ട ഞാനിവിടെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 കോണുകളാണ് തമ്മിൽ ഒട്ടിച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. ഈ 2 അറ്റത്തായിട്ട് ഇത്തിരി വെള്ളമാക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. അതുപോലെ തന്നെ മറ്റേ സൈഡ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഈ കോണുകളുണ്ടല്ലോ, അതും ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടാവും. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ എഗ് പഫ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് കറക്റ്റ് 8 പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ 3 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 6 പഫ്സാണ് ഇപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഓവനിൽ ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എഗ് വാഷാണ് ചെയ്യേണ്ടത്. സാധാരണ പോലെ തന്നെ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. സ്പൂണോട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പഫ്സിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോഴാണ് പഫ്സിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഓവനിലേക്ക് മാറ്റുക. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഒരു 30 മിനിറ്റാണ് നമുക്കിത് വെക്കേണ്ടത്. ഇനി ഓവൺ ഇല്ലാതെ ചെയ്യുന്നത് കൂടി കാണിക്കുക. ബാക്കി 2 കൂടി ഉണ്ടല്ലോ, അത് നമുക്ക് ഓവൺ ഇല്ലാതെ ഇങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അത് കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇതിങ്ങനെ മുക്കി പൊരിക്കുന്നതൊന്നല്ല, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തിരി ഓയിലാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാൻ നന്നായി ചൂടായതിന് ശേഷം നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ഉള്ളിൽ കുറേ ലെയറുകളുണ്ട്. ഇത് കുറച്ച് കട്ടിയിലാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇതും ഒരു 20-25 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും ഞാൻ എഗ് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓവനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്